ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ നെക്സ്റ്റ് ടോപ്പിക്കായ ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം വച്ചിട്ടാണ്. എ ബസ് സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൈറാർക്കി ഓഫ് ബസ്സസ് കണക്റ്റിംഗ് വേരിയസ് സിസ്റ്റം ആൻഡ് സബ് സിസ്റ്റം കമ്പോണൻസ് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മളുടെ സിസ്റ്റമിൽ ഒരു ഹൈറാർക്കി ഓഫ് ബസ്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ബസ്സസ് വച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റം വേരിയസ് കമ്പ്യൂട്ടർ പാർട്സുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബസ്സിലും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എ നമ്പർ ഓഫ് സിഗ്നൽസ്, കൺട്രോൾസ് ആൻഡ് പവർ ലൈൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ബസ്സസ് വച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഇൻ്റർ കണക്ഷൻ ഫങ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ദിസ് ഇസ് എ സി പി യു ബോർഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇറ്റ് ഹാസ് എ ലോക്കൽ മെമ്മറി, CPU, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ ഒരു ലോക്കൽ പെരിഫറൽസുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഇറ്റ് ഈസ് എ സ്കിസി ബസ്സാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ദെൻ ഈ CPU ബോർഡിൻ്റെ അകത്ത് ഇറ്റ് ഹാസ് ലോക്കൽ ബസ്. ഇവരെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ലോക്കൽ ബസ്സുണ്ട് CPU ബോർഡിൻ്റെ ഉള്ളിൽ. പിന്നെ ക്യാഷ് മെമ്മറി ഉണ്ടാകാം, ഇൻ്റർഫേസ് ലോജിക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ CPU ബോർഡും വേറെ ബോർഡുകളുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ലോജിക്കിനെയാണ് ഇൻ്റർഫേസ് ലോജിക് എന്ന് പറയുന്നത്. ഈ ഇൻ്റർഫേസ് ലോജിക്കാണ് സിസ്റ്റം ബസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ CPU ബോർഡിൻ്റെ അകത്ത് ബേസിക്കലി ഉള്ളത് CPU, ലോക്കൽ മെമ്മറി, ക്യാഷ്, പിന്നെ ഇൻ്റർഫേസ് ലോജിക്ക് സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ, ലോക്കൽ പെരിഫറൽസുമായിട്ട് കണക്ട് ചെയ്യാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളറുണ്ട്. പിന്നെ നമ്മുടെ മെമ്മറി ബോർഡ് എടുക്കുകയാണെങ്കിൽ മെമ്മറി ബോർഡിൽ ഇറ്റ് ഹാസ് മെമ്മറി സെൽസ് ഉണ്ട്, മെമ്മറി ബസ് ഉണ്ട്. എഗെയിൻ ഇവിടെയുമുണ്ട് ഇൻ്റർഫേസ് ലോജിക്. ഇവിടുത്തെ ഇൻ്റർഫേസ് ലോജിക്കും സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഇൻ്റർഫേസ് ലോജിക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മെമ്മറി കൺട്രോളർ ഉണ്ട്. മെമ്മറി ബോർഡാണിത്. മെമ്മറി ബോർഡിൻ്റെ അകത്ത് മെമ്മറി ബസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് IO ബോർഡ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബോർഡാണിത്. ഇവിടെയുമുണ്ട് IO പ്രോസസ്സറുണ്ട്, ഡാറ്റ ബസ്സുണ്ട്. IO ബോർഡിൻ്റെ അകത്ത് ഡാറ്റ ബസ്സാണ്. CPU ബോർഡിൻ്റെ അകത്ത് ലോക്കൽ ബസ്സായിരുന്നു, മെമ്മറി ബോർഡിൻ്റെ അകത്ത് മെമ്മറി ബസ്സായിരുന്നു, IO ബോർഡിൻ്റെ അകത്ത് ഡാറ്റ ബസ്സാണ്. ആൻഡ് വി ക്യാൻ ഹാവ് ബഫേഴ്സ്. IO ബോർഡിൽ ബഫേഴ്സ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് IOയിലേക്ക് കൊടുക്കുന്നത്, ഇപ്പോൾ പ്രിൻ്റർ ആണെങ്കിൽ പ്രിൻ്ററിലേക്ക് കൊടുക്കുന്നതിനെ നമുക്ക് ലോക്കലി ഒന്ന് ബഫർ ചെയ്ത് വെക്കണം, അതിനാണ് ബഫർ. ദെൻ എഗെയിൻ വി ഹാവ് ആൻ ഇൻ്റർഫേസ് ലോജിക് ഉണ്ട്. ഈ ഇൻ്റർഫേസ് ലോജിക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ലൈക്ക് പ്രിൻ്റർ ഓർ പ്ലോട്ടറിലേക്ക് കണക്ട് ചെയ്യാനാണ് ഈ ഇൻ്റർഫേസ് ലോജിക് യൂസ് ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ 2 ഇൻ്റർഫേസ് ലോജിക് ഉണ്ട്, ഒന്ന് സിസ്റ്റം ബസ്സിലേക്കും ഒന്ന് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കും. ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോർഡാണ്. ഇപ്പോൾ CPU ബോർഡ്, മെമ്മറി ബോർഡ്, ഡാറ്റ ബസ് അല്ലെങ്കിൽ ഡാറ്റ IO ബോർഡുണ്ട്. IO ബോർഡിൻ്റെ അകത്ത് ഡാറ്റ ബസ്സാണ്. ദെൻ വി ഹാവ് എ കമ്മ്യൂണിക്കേഷൻ ബോർഡുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബോർഡ് നമ്മുടെ നെറ്റ്വർക്കുമായിട്ട്, അതായത് ഈ കമ്പ്യൂട്ടറിനെ വേറൊരു നെറ്റ്വർക്ക് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വി യൂസ് കമ്മ്യൂണിക്കേഷൻ ബോർഡ്. അവിടെ ഇൻ്റർഫേസ് ലോജിക് ഉണ്ട്. ദെൻ വി ഹാവ് കമ്മ്യൂണിക്കേഷൻ കൺട്രോളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എഗെയിൻ കമ്മ്യൂണിക്കേഷൻ ബോർഡിൽ ഡാറ്റ ബസ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ദിസ് ഓൾസോ ക്യാൻ ഹാവ് ബഫർ to buffer information to be sent to the network. Interface logic ഇവിടെയുമുണ്ട് to connect to നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനാണ് ഇവിടുത്തെ ഇൻ്റർഫേസ് ലോജിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക, ഈ പെർട്ടിക്കുലർ ബോർഡിനെ നമ്മളുടെ ഔട്ട്സൈഡിലേക്ക്, ഇതിൻ്റെ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യുന്നത് ഇൻ്റർഫേസ് ലോജിക്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി ഓരോ ബസ്സുകളുമുണ്ട്. Then we have a common system bus on a back plane എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഡെപ്തിൽ നോക്കാം. അപ്പോൾ we have a local bus, memory bus and a data bus. Local bus എന്ന് പറയുന്നത് implemented within a processor chip or a
printed circuit board ആണ്. They are called local buses. On a processor board, we can find a local bus which provides a common communication path among components അല്ലെങ്കിൽ ചിപ്സ് മൗണ്ടഡ് ഓൺ ദി ബോർഡ്. നമ്മുടെ ബോർഡിൻ്റെ അകത്ത് ഉള്ള ഒരു ലോക്കൽ ചിപ്പിനെയാണ് നമ്മൾ ലോക്കൽ ബസ് എന്ന് പറയുന്നത്. ആ ലോക്കൽ ബസ്സാണ് നമ്മുടെ പ്രൊസസ്സർ, അതിൻ്റെ ലോക്കൽ മെമ്മറി, ക്യാഷ് ഇതൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ലോക്കൽ ബസ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ആക്ച്വലി പ്രിൻറ്റഡ് ഓൺ എ സർക്യൂട്ട് ബോർഡ്. നമ്മുടെ ഇതെല്ലാം ഇരിക്കുന്ന ബോർഡിൻ്റെ അകത്ത് പ്രിൻറ്റഡ് ആണ് ഈ ലോക്കൽ ബസ് എന്ന് പറയുന്നത്. അടുത്ത ബസ് എന്ന് പറയുന്നത് മെമ്മറി ബസ്സാണ്. ദേ ആർ യൂസ് ടു കണക്ട് മെമ്മറി വിത്ത് ആൻ ഇൻ്റർഫേസ് ലോജിക്. മെമ്മറീനെ ഇൻ്റർഫേസ് ലോജിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ മെമ്മറി ബസ് യൂസ് ചെയ്യുന്നത്. വി ക്യാൻ ഹാവ് എ ഡാറ്റ ബസ് ആൻഡ് ഇൻ IO ഓർ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ചിപ്പ് ഓർ ബോർഡ് യൂസസ് ഡാറ്റ ബസ്. നമ്മളെ ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ചിപ്സ് അല്ലെങ്കിൽ ബോർഡ് ഇവരെല്ലാവരും ഡാറ്റ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ IO ബോർഡിലും കമ്മ്യൂണിക്കേഷൻ ബോർഡിലും നമ്മൾ ഡാറ്റ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. മെമ്മറി ബോർഡിൽ വി യൂസ് എ മെമ്മറി ബസ്. CPU ബോർഡിൽ വി യൂസ് എ ലോക്കൽ ബസ്. സോ വാട്ട് ഈസ് എ ബാക്ക് പ്ലെയിൻ ബസ്? നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇവിടെ സിസ്റ്റം ബസ് പറഞ്ഞപ്പോൾ here we said it is on a backplane bus. എന്താണ് backplane bus എന്ന് നമുക്ക് അറിയണം. backplane bus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു printed circuit ആണ് on which many connectors are used to plug in functional boards. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ബസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ബാക്ക്പ്ലെയിൻ ബസ് വഴിയാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ബസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ എ ബാക്ക്പ്ലെയിൻ ബസ്സാണ്. ഈ സിസ്റ്റം ബസ്സിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ CPU നിന്നുള്ള ഇൻ്റർഫേസ് ലോജിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മെമ്മറിയുടെ ഇൻ്റർഫേസ് ലോജിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, IO ബോർഡിൻ്റെ, കമ്മ്യൂണിക്കേഷൻ ബോർഡിൻ്റെ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിസ്റ്റം ബസ്സിലാണ്. അപ്പോൾ ആ ഒരു ബാക്ക്പ്ലെയിൻ ബസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിൻറ്റഡ് സർക്യൂട്ട് ആണ് on which many connectors they can actually plug in functional boards. ഇപ്പോൾ അവർക്ക് IO ബോർഡ് കണക്ട് ചെയ്യണം, it can connect to a backplane bus. കമ്മ്യൂണിക്കേഷൻ ബോർഡ് കണക്ട് ചെയ്യണം, it can connect to a backplane bus. ഇപ്പോൾ സിസ്റ്റം ബസ് consisting of a shared signal path and utility lines is built on a backplane. അപ്പോൾ നമ്മുടെ സിസ്റ്റം ബസ് എന്ന് പറയുന്ന ഒരു ബാക്ക്പ്ലെയിനിലാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ദിസ് ബസ് പ്രൊവൈഡ്സ് എ കോമൺ കമ്മ്യൂണിക്കേഷൻ പാത്ത് എമംഗ് ഓൾ പ്ലഗ് ഇൻ ബോർഡ്സ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലഗ് ഇൻ ബോർഡ്സും ആയിട്ടുള്ളൊരു കോമൺ കമ്മ്യൂണിക്കേഷൻ പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഈ ബാക്ക്പ്ലെയിൻ ബസ്. അപ്പോൾ IO ബോർഡ് എടുത്താലും കമ്മ്യൂണിക്കേഷൻ ബോർഡ് എടുത്താലും മെമ്മറി ബോർഡ്, നമ്മുടെ CPU ബോർഡ് ഇതെല്ലാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ബാക്ക്പ്ലെയിൻ ബസ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് VME ബസ്, മൾട്ടി ബസ് 2, ഫ്യൂച്ചർ ബസ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ബാക്ക്പ്ലെയിൻ ബസ്സസ് ആണ്. നെക്സ്റ്റ് ഇസ് IO ബസ്. സോ IO ബസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാനാണ് IO ബസ് യൂസ് ചെയ്യുന്നത്. ത്രൂ ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് സച്ച് എസ് എ SCSI, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ബസ്. SCSI നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. SCSI യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബസ്സിൻ്റെ പേരാണ് SCSI. ദിസ് ബസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് coaxial cables with taps connecting disk, printers, other devices to a processor through an IO controller. coaxial cables വച്ചിട്ടാണ് ഈ ഒരു IO ബസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് യൂസ് ചെയ്യുന്നത്. SCSI ആണ്. ദിസ് ഇസ് ആൻ ലൈക്ക് SCSI പോലത്തെ സിസ്റ്റംസ് ബസ്സാണ് ഈ ഒരു IO ബസ് എന്ന് പറയുന്നത്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ബസ് ഈസ് ആൻ എക്സാമ്പിൾ. coaxial cables with taps ആണ് യൂസ് ചെയ്യുന്നത്. പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ് തുടങ്ങിയ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ കണക്റ്റഡ് ത്രൂ ദിസ് ബസ്. So this is an hierarchical bus and a cache system.
ഇവിടെ നമുക്ക് ഒരു ഹൈറാർക്കി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം പറയാനായിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അപ്പോൾ ഒരു ബസ് സിസ്റ്റം അറ്റ് ബോർഡ് ആൻഡ് ബാക്ക് പ്ലെയിൻ ലെവലാണ് നമ്മൾ നേരത്തെ കണ്ട ഫിഗർ. അതായത് അതിൻ്റെ ഉള്ളിലെ ഒരു സിംഗിൾ സിസ്റ്റം മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഹൈറാർക്കിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് സ്കെയിലബിൾ മൾട്ടി പ്രോസസ്സേഴ്സ് ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് സ്കെയിലബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തേക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സ് ആഡ് ചെയ്യാനും ക്യാഷ് ആഡ് ചെയ്യാനും ഈസിയർ ആണ്. ഇനിയിപ്പോൾ ഒരെണ്ണം പോയാലും നമുക്ക് അതിൻ്റെ ഒരു ഡാമേജ് മനസ്സിലാക്കാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അതിനാണ് ഹൈറാർക്കിക്കൽ ക്യാഷ് ഇറ്റ് ഇസ് ഡിസൈൻ ഫോർ എ സ്കെയിലബിൾ മൾട്ടി പ്രോസസ്സർ എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി എ 2 ലെവൽ ക്യാഷ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം. ദീസ് ആർ പ്രോസസ്സേഴ്സ് P0, P1, P2, P3, P4, P6, P7, P8. These are processors. Then we have a first level caches ഉണ്ട്. P0 ൻ്റെ ക്യാഷ് ആണ് P10, P1 ൻ്റെ P11, P12, P13 of all these respectively. So ഇവിടെ first level 0, 1, 2, 3, 4, 5, 6, 7, 8 caches ഉണ്ട്. Then second level നോക്കുകയാണെങ്കിൽ we have just 3 caches. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ക്യാഷുകളെയും പ്രോസസ്സേഴ്സിനെയും ദേ ആർ ക്ലസ്റ്ററിങ് ദെം ആൻഡ് മെയ്ഡ് ഇറ്റ് ഇൻ ടു എ ക്ലസ്റ്റർ ബസ്. അപ്പോൾ P0, P1 ആൻഡ് P2 ഇസ് മെയ്ഡ് ഇൻ ടു എ ക്ലസ്റ്റർ. അപ്പോൾ അതിൻ്റെ ക്യാഷ് ദാറ്റ് ഇസ് C10, C11, C12 ഇത്രയും ഒരു ക്ലസ്റ്ററാണ്. ദിസ് ഇസ് അനദർ ക്ലസ്റ്റർ, ദിസ് ഇസ് അനദർ ക്ലസ്റ്റർ. അപ്പോൾ ഈ ക്ലസ്റ്റേഴ്സിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വി ഹാവ് സെക്കൻഡ് ലെവൽ ക്യാഷസ്. ഈ ക്യാഷ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലസ്റ്ററിലേക്കാണ്. ഈ ക്യാഷ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലസ്റ്ററിലേക്കാണ്. ഈ ക്യാഷ് ദിസ് ഫോർ ദിസ് ക്ലസ്റ്റർ. ഈ ക്ലസ്റ്റേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വി ഹാവ് ആൻ ഇൻറ്റർ ക്ലസ്റ്റർ ബസ്. ദിസ് ഇസ് ജസ്റ്റ് എ ക്ലസ്റ്റർ ബസ്, ദിസ് ഇസ് ആൻ ഇൻറ്റർ ക്ലസ്റ്റർ ബസ്. അപ്പോൾ എനിക്ക് ഈ ക്യാഷും അല്ലെങ്കിൽ ഈ ക്യാഷുണ്ട് C11ഉം C16ഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഗോ ഇൻ ടു എൻ്റെ ക്ലസ്റ്റർ ബസ്സിൽ പോകണം. എന്നിട്ട് ഇൻ്റർ ക്ലസ്റ്റർ ബസ്സിൽ പോയിട്ട് വേണം എനിക്ക് C16ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദെൻ വി ഹാവ് അതർ മെമ്മറീസ് ഉണ്ടാകാം. സോ ദിസ് ഈസ് ആൻ ഹൈറാർക്കിക്കൽ ബസ് ആൻഡ് ക്യാഷ് ആർക്കിടെക്ചർ ഫോർ ഡിസൈനിങ് എ സ്കെയിലബിൾ മൾട്ടി പ്രോസസ്സർ. അപ്പോൾ ദിസ് ഈസ് മൾട്ടി ലെവൽ ട്രീ സ്ട്രക്ചറാണ്. ലീഫ് നോഡ്സ് എന്ന് പറയുന്നത് പ്രോസസ്സേഴ്സും അതിൻ്റെ പ്രൈവറ്റ് ക്യാഷസുമാണ്. They are divided into several clusters. Each cluster is connected to a cluster bus. Inter-cluster buses വച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ among clusters ചെയ്യുന്നത്. Second level caches C2 are used between cluster buses and the inter-cluster bus. Second level cache must have a capacity that is at least an order of magnitude larger than the sum of capacities of all first level caches beneath it. അതായത് ഇപ്പോൾ ഈ C20 എന്ന് പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് C10 പ്ലസ് C11 പ്ലസ് C12 എങ്കിലും ഉണ്ടാകണം. അല്ലെങ്കിൽ ഇപ്പോൾ C11 മൊത്തത്തിൽ എടുത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി അതിൽ കുറവാണ് എങ്കിൽ ഇറ്റ് വോണ്ട് ബി പോസിബിൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും കപ്പാസിറ്റിയിൽ കൂടുതലായിരിക്കണം നമ്മുടെ സെക്കൻഡ് ലെവൽ ക്യാഷിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഹൈറാർക്കിക്കൽ ബസ് ആൻഡ് ക്യാഷസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ മാത്രം ഓർത്താൽ മതി. ഇവിടെ നമുക്ക് പ്രൈവറ്റ് ക്യാഷസ് ആൻഡ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ ക്ലസ്റ്റർ ചെയ്തിട്ട് ക്ലസ്റ്റർ ബസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു പ്രോസസ്സർ 0, 1 and 2 തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദിസ് ബസ്. പിന്നെ നമ്മുടെ ഒരു 2 ലെവലിൽ സെക്കൻഡ് ലെവലിൽ വി ഹാവ് ക്യാഷ്. അവർ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സും വേറൊരു ക്ലസ്റ്ററിലെ പ്രോസസ്സറും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻ്റർ ക്ലസ്റ്റർ ബസ് യൂസ് ചെയ്യാം. ആൻഡ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ക്ലസ്റ്റേഴ്സ് ബസ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
സോ സിംഗിൾ ക്ലസ്റ്റർ ദേ ഓപ്പറേറ്റ് ഓൺ എ സിംഗിൾ ബസ് സിസ്റ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വരാവുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്യാഷിൻ്റെ കൊഹറൻസ് പ്രോബ്ലം വരാം. അതായത് ക്യാഷ് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ C11 ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന അപ്ഡേറ്റ്സ് നമുക്ക് ക്ലിയർലി അതിൻ്റെ എല്ലാ കോപ്പീസിലും ക്ലിയർലി അതിന് അപ്ഡേഷൻസ് നടക്കണം, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസീസ് വരും. സോ നമുക്കൊരു സ്നൂപ്പി ബസ് കൊഹറൻസ് പ്രോട്ടോക്കോൾ ഉണ്ട് ടു എസ്റ്റാബ്ലിഷ് കൺസിസ്റ്റൻസി എമംഗ് ദി ഫസ്റ്റ് ലെവൽ ക്യാഷസ് ബിലോങ്ങിങ് ടു സെയിം ക്ലസ്റ്റർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ ക്യാഷ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് we can use a Snoopy bus coherence protocol. നമ്മളുടെ ഇനി വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ ഈ ഒരു സ്നൂപ്പി ബസ് കൊഹറൻസ് പ്രോട്ടോക്കോൾ ഡെപ്തിൽ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. സെക്കൻഡ് ലെവൽ ക്യാഷസ് ആർ യൂസ്ഡ് ടു extend consistency from each local cluster to level F. Upper level caches from another level of shared memory between each cluster and the main memory module are connected to intercluster bus. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ intercluster ബസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഷെയർഡ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ആ intercluster ബസ്സാണ് യൂസ് ചെയ്യുന്നത്. മെമ്മറി റിക്വസ്റ്റ് ലോവർ ലെവൽ ക്യാഷസിനായിരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യണം. intercluster cache coherence is controlled among second level caches and resulting effect നമ്മൾ ലോവർ ലെവലിലേക്ക് പാസ് ചെയ്യും. അതായത് ആദ്യം മുകളിലത്തെ ലെവല് കൺസിസ്റ്റൻ്റ് ആക്കും, ആ കൺസിസ്റ്റൻസി നമ്മൾ താഴത്തും കൺസിസ്റ്റൻ്റ് ആക്കി വെക്കണം. അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ സ്നൂപ്പി ബസ് കൊഹറൻസ് പ്രോട്ടോക്കോൾ. അത് പഠിക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അന്നേരം അറിയാം. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ലൈക്ക് ദിസ് ഫോർ ദിസ് ഇന്റർക്ലസ്റ്റർ ക്യാഷ് കൊഹറൻസ് എന്ന് മാത്രം നമുക്കിപ്പോൾ മനസ്സിലാക്കാം. So this is all about today's session. So നമ്മൾ ബേസിക്കലി ഹൈറാർക്കിക്കൽ ബസ്സസ് ആൻഡ് ക്യാഷ് ആണ് നോക്കിയത്. അതിൻ്റെ ഒരു സിസ്റ്റം ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. സോ താങ്ക് യു.